ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിന്ന് ഒറ്റയ്ക്ക് പോവുകയാണ്, ആരെയും കൊണ്ടുപോവാതെ ഒറ്റയ്ക്ക് പോവുകയാണ്. വേറെ എടുക്കല്ല കേട്ടോ, ബാങ്കിലേക്കാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ലീവായപ്പോൾ കുട്ടികളൊക്കെ ഇക്കാൻ്റെ അടുത്ത് ആക്കിയിട്ട് ഞാൻ ബേബിയും ഇവിടെ ബാങ്കിലേക്ക് വന്നിക്കാൻ കേട്ടോ. വേറെ ഒന്നുമല്ല, എൻ്റെ നമ്പർ മാറ്റാണ്ടായിരുന്നു. കുറേ കാലമായി, പൈസ ഇതൊന്നും ഇല്ല, എന്നാലും ഫോൺ നമ്പർ ഒന്ന് മാറ്റിയാലോ വിചാരിച്ച് കണ്ട് അങ്ങനെ വന്നതാണ്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എത്രയും ബാലൻസ് ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ 0 ബാലൻസിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതാ ബേബി ഏതായാലും ചായയൊക്കെ വാങ്ങിത്തരാറുണ്ട്, അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ കുറേ പറഞ്ഞു വേണ്ട, നമുക്ക് പോവാം, വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് നമുക്ക് ഒന്ന് കുറച്ച് വേറെയും കുറേ പരിപാടികളുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല നമുക്ക് കുടിച്ചിട്ട് പോവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ സമൂസയും ചായയും കൂടിയും കുടിച്ചാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞങ്ങാണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പൊയ്ക്കോളാം, ഓളിപ്പം മുന്നേ വരുന്നതാണ് സ്കൂൾ ഇട്ടുങ്ങാണ്ട്, മുന്നേ ഓളെ കൂടെയാണ് വരല് സ്കൂൾ ഇട്ടുങ്ങാണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് ഞാൻ പൊയ്ക്കോളാം, നിങ്ങൾ പോന്നോളി എന്ന് പറഞ്ഞങ്ങാണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഓട്ടോറിക്ഷയും കയറിങ്ങാണ്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞ് ഞാൻ പിന്നെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും ശരിക്കും എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതിൽ തന്നെ ഒക്കെ ഉൾക്കൊള്ളിച്ച് പറയണത് കേട്ടോ. അപ്പോൾ അത് ഓട്ടോറിക്ഷയിൽ അങ്ങനെ പോവാണ്. കുറേ കാലമായി നമ്മൾ ഒറ്റക്ക് ഇങ്ങനെ പോയിട്ട്. അപ്പോൾ അത് ഞാൻ ഏതായാലും ബാങ്കിലുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി കഴിഞ്ഞാണ്ട് പിന്നെ വീട്ടിലേക്ക് വന്ന് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ലീവാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് ഞാൻ അങ്ങനെ റോട്ടിൽ കൂടെ പോയപ്പോഴാണ് കണ്ടത് ഒരു പൂച്ച ചത്തെടുക്കണം. അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു. അപ്പോൾ അതാ വൈകുന്നേരം അതിനൊക്കെ കുഴിച്ചിട്ട് കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് പറിച്ച് ഇക്കത വണ്ടി കഴുകി. അപ്പോൾ നമുക്ക് എങ്ങോട്ടേലൊക്കെ പോകണമല്ലോ വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതാ ഞങ്ങൾ രാത്രി മാറ്റിയൊക്കെ ഒരുങ്ങി റെഡിയായി. ഇന്നൊന്ന് വെറൈറ്റി ആക്കാമല്ലോ വിചാരിച്ചങ്ങാണ്ട് ഷോളൊന്ന് കുത്തിയതാണ് കേട്ടോ. ഞാൻ കുത്തൽ കുറേ ആയി കുത്തിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെയായിട്ടും കൺഫേം ആയിട്ടില്ല എന്നാണ് ഞാൻ പറയണത്. ഏതായാലും കൺഫേം ഒന്നും ആവാതെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാറുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്നൊരു ഇശാ ബാങ്ക് കൊടുത്തിട്ട് കേട്ടോ ഇറങ്ങിയിരിക്കണത്. അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞങ്ങൾ പോയപ്പോൾ നമുക്ക് പറഞ്ഞാൽ നവിൽ മിൽക്ക് കഴിക്കാന്നാല് പറഞ്ഞാണ്ട് ഞങ്ങൾ വണ്ടൂരിലുള്ള ബനാവിലോ അങ്ങനെ എന്തോ ഒരു ഷോപ്പിക്ക് അവിടെ എന്താ മറ്റേ സിനിമ തിയേറ്ററിൻ്റെ അടുത്തുള്ള ബനാവിൽ അവിടെ നമ്മളിപ്പോൾ വണ്ടൂർ അങ്ങാടിയിൽ എത്തിക്കണേ. മണിമൂർ സ്റ്റാൻഡിൻ്റെ അവിടെ നിർത്തിയിട്ടൊക്കെയായിരുന്നു. ബേബിനെയും മുന്നനെയും കാണാനില്ലായിരുന്നു കേട്ടോ. ഓരപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ ഒരു എണ്ണ അടിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നു വണ്ടിക്ക്. അപ്പോൾ അത് കഴിഞ്ഞങ്ങാണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓരെയും കൂട്ടിങ്ങാണ്ട് അങ്ങോട്ട് പോയിട്ടോ. ഞങ്ങളവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ തിരക്കായപ്പോൾ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്ത് തന്നെ കുറച്ച് നേരമൊക്കെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളെ വിളിച്ചിട്ടോ. അപ്പോൾ നമ്മളേതായാലും ചായ കുടിക്കണം എന്ന് പറഞ്ഞ് പോകുന്നതാണ്. പിന്നെ നമുക്ക് അവിൽ മിൽക്കായി. അവിടെ വണ്ടൂരിന് നമ്മുടെ താടിൻ്റെയൊക്കെ അടുത്ത് താടി ഷോപ്പ് ഉണ്ടല്ലോ, ബാർബർ ഷോപ്പ്, അതിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെ ഒരു പുതിയൊരു ചായക്കട ഉദ്ഘാടനം ചെയ്തിരിക്കണം കേട്ടോ. ഇപ്പോൾ നേരെയായിട്ട് എന്താ മിസ്റ്റർ ചായ പറഞ്ഞങ്ങാണ്ട് എത്ര 26 എത്ര വിധം ചായകളും അതേപോലെ തലശ്ശേരിത്തെ ഓരോ അടിപൊളി കടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് അങ്ങോട്ടും പോവാം, അല്ലെങ്കിൽ അവിടുന്ന് ചായ കുടിക്കുക ആദ്യം എന്ന് പറഞ്ഞ്. അപ്പം പിന്നെയാണ് അവിൽ മിൽക്ക് നമുക്ക് ഉണ്ടായത് കേട്ടോ. അങ്ങനെ അത് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അയാൾ വിളിച്ചപ്പോൾ നമ്മൾ കയറി കേട്ടോ. പിന്നെ അത് നല്ല അടിപൊളിയാണ്. ഞാൻ അതേപോലെ ഞാൻ നിലമ്പൂരും കാണിച്ചിരുന്നല്ലോ അതേപോലത്തെ ഒരു അവിൽ മിൽക്കിൻ്റെതായിട്ടുള്ളൊരു കട. അതേപോലെ തന്നെ നല്ല രസമാണ് കേട്ടോ സംഭവം. അവിൽ മിൽക്ക് അടിപൊളിയായിരുന്നു. ഇവിടുത്തെ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. എന്തായാലും ഞങ്ങളേതായാലും വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്ന് കഴിഞ്ഞങ്ങാണ്ട് നമ്മൾ ഓർഡർ കൊടുത്തിക്കണം കേട്ടോ. കുറച്ച് നേരം ഇതൊക്കെ നോക്കിയിട്ട് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നോക്കിങ്ങാണ്ട് ഞങ്ങൾ ഓർഡർ കൊടുത്തതിൽ ആമിനാക്ക് വേറെ എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല. ഞാൻ മാംഗോയും പിന്നെ അതേപോലെ ഇക്കയും മുന്നേയും എന്താ സ്ട്രോബെറിയും ബേബി എന്താ ബൂസ്റ്റിൻ്റെ എന്തോ ഒരു ഇട്ടുകൊണ്ടുള്ള അങ്ങനത്തെ അവിൽ മിൽക്കാണ് കേട്ടോ പറഞ്ഞിരിക്കണത്. അപ്പോൾ അതാ ഞങ്ങൾ കട്ട പോസ്റ്റായിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം എന്തായാലും വെയിറ്റ് ചെയ്യണമല്ലോ, ഇത്രയും ആൾക്കാർക്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് നമ്മൾ ആദ്യം പ്ലേറ്റും സ്പൂണും വന്ന് പിന്നെ അത് കഴിഞ്ഞങ്ങാണ്ട് നമ്മുടെ അവിൽ മിൽക്ക് എത്തിയിട്ടോ. കാണാനൊക്കെ നല്ല അടിപൊളിയാണ്, കഴിക്കാനും അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അവിൽ മിൽക്ക് ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിൽ മിൽക്ക്, ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പകുതി ആവാനായി. അപ്പോൾ ഞങ്ങൾ അടുത്ത പ്ലാൻ നമുക്കെന്ന് വെച്ചാൽ ആ കടയ്ക്ക് ഒന്നൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയാണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ എന്താ ആ കട തുടങ്ങിയിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ.
അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചായയും പിന്നെ അതേപോലെ സമൂസയും പിന്നെ പോക്കറ്റ് ഷവർമയാണ് കേട്ടോ കഴിച്ചത്. നല്ല അടിപൊളി ചായ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെന്താ, അപ്പോൾ ഒരു പറഞ്ഞു വെറൈറ്റി കടികളൊക്കെ ഉണ്ടാകും, പിന്നെ തീർന്നുകയും ചെയ്തു. ഞങ്ങൾ പിന്നെ ചെല്ലുമ്പോൾ 9 മണിയൊക്കെ ആയിക്കണ്. അപ്പോൾ ഇതിന് തീർന്നിരുന്നു സാധനങ്ങളൊക്കെ തീർന്നിരുന്നു ഏകദേശമൊക്കെ. പിന്നെ അതേപോലെ വെറൈറ്റി ചായകൾ, ചായ അടിക്കണ ആൾ വന്നിട്ടില്ല, നാളെ ഉള്ളൂ. നാളെ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് ദിവസമുള്ളൂ സ്റ്റാർട്ട് ചെയ്യണത് അതെന്ന് പറഞ്ഞു കേട്ടോ ഒരു. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇതാണ് കേട്ടോ സ്ഥലം, നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് നല്ല അടിപൊളി, ഏതായാലും ഉഷാറായിക്കണം കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റായിട്ട് ഇടണം കേട്ടോ നിങ്ങൾ. ഒരു ഇമോജെങ്കിലും ഒരു കമൻറ്റ് ഇടണം. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശരി എന്നാൽ, അസ്സലാമു അലൈക്കും. Feeling like I'm second, but someone that you could forget.